കേരളത്തില് വൻ നിക്ഷേപം നടത്താന് തയ്യാറെടുത്ത് ദുബായ് കമ്പനികൾ. കേരള ഭരണാധികാരികളിൽ നിന്നും അനുകൂലമായ സഹകരണം പ്രതീക്ഷിച്ചാണ് ഇവർ എത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി വ്യക്തമായി അറിയാവുന്ന മലയാളികളാണ് പിന്നിലുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള പിന്തുണയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് വ്യവസായത്തിന് അനുകൂലമായ മേഖലകളെ തിരഞ്ഞെടുത്ത് സർക്കാർ പിന്തുണയുള്ള സോണുകളിൽ നിക്ഷേപം നടത്താനാണ് കമ്പനികൾ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിലൂടെ കേരളത്തില് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് നേട്ടം. കേരളത്തിൽ നിന്ന് ഗൾഫ് സെക്ടറിലെ വിവിധ മേഖലകളില് നിക്ഷേപമെത്തുന്നുണ്ട്. വിവിധ മലയാളി സംരംഭകർ ഗൾഫിലെ റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസ മേഖലയില് നിക്ഷേപം നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് ഇപ്പോൾ അനുകൂല സാഹചര്യമുള്ള വ്യവസായങ്ങളെ ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നത്. IT മേഖലയിലാണ് കേരളത്തിലേക്ക് പ്രധാനമായും നിക്ഷേപം നടത്താന് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. ടെക് മേഖലയിലെ ചെറിയ ഒട്ടേറെ കമ്പനികൾ കേരളത്തില് ഇടം തേടുന്നുണ്ട്. ആഗോള ടെക് വിപണിയുടെ വളർച്ചയും തെരഞ്ഞെടുത്ത മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രോത്സാഹനവുമാണ് ഈ കമ്പനികള് താൽപര്യം പ്രകടിപ്പിക്കുന്നതിന് പിന്നില്. അതോടൊപ്പം തന്നെ കേരളത്തിലെ യുവാക്കള് IT മേഖലയില് പ്രകടിപ്പിക്കുന്ന പ്രാവീണ്യവും കമ്പനികളെ ആകർഷിക്കുന്നുണ്ട്. ബംഗളൂരു, ചെന്നൈ പോലുള്ള നഗരങ്ങളില് പോയി ജോലി ചെയ്യുന്ന മലയാളി യുവാക്കളുടെ എണ്ണം 10,000കണക്കിന് വരും. നാട്ടില് തന്നെ മെച്ചപ്പെട്ട സൗകര്യത്തോടെയുള്ള പ്ലേസ്മെന്റ് കിട്ടിയാല് നല്ലൊരു വിഭാഗത്തെയും ഇവിടേക്ക് ആകർഷിക്കാന് കഴിയുമെന്നതും കമ്പനികൾക്ക് നിക്ഷേപത്തിന് ധൈര്യം പകരുന്നുണ്ട്.